വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ സോസേജ് മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാല അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. 50 ഗ്രാം സോസേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മസാലയെല്ലാം സോസേജിൽ നന്നായി പിടിച്ചു കിട്ടുന്നതാണ്. ഇതിവിടെ ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇവയെല്ലാം വഴറ്റിയെടുക്കാൻ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുക്കുക. കാരണം സോസേജിൻ്റെ പീസിൽ ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് നമുക്ക് ബാക്കി അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് സമയം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് സമയം ഞാനിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മസാലകൾ ചേർക്കാൻ. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മസാലകൾ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. സോസേജിലേക്ക് മസാലയെല്ലാം നന്നായി മിക്സായി കിട്ടുന്ന വിധത്തിൽ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ സോസേജിലേക്ക് മസാലയെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു തിക്കായ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 തുടങ്ങി 1.5 കപ്പ് വരെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സോസേജ് മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് തിക്കായ ഗ്രേവി തന്നെയാണ്. ഇതൊരു 5 മിനിറ്റ് സമയം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസേജ് എല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സോസേജ് മസാലയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. Thank you for watching.